മീഡിയം സ്കൂളിൻ്റെ 12ാമത് വാർഷികാഘോഷ ചടങ്ങിൽ എന്നെ കൂടി പങ്കെടുപ്പിച്ചതിന് ഇതിൻ്റെ സംഘാടകരോട്, വിശിഷ്യ ശ്രീ സുരേഷ് കുമാറിനോട്, PTA പ്രസിഡന്റ് ശ്രീ സുരേഷ് കുമാറിനോട് എനിക്കുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി ഒരു വലിയ വർത്തമാനം ആവശ്യമില്ല. കാരണം 2-3 കാരണങ്ങളാണ് ഈ വേദി ആകപ്പെടെ അസഹിഷ്ണുതയോടുകൂടി ഇരിക്കുകയാണ്. മീനമാസത്തിന് മുമ്പുള്ള ഒരു കുംഭത്തിൻ്റെതായ വെറിയിലാണ് നമ്മളിൽ. ഈ കുംഭവരിക്ക് ശമനം കിട്ടുവാൻ മഴ വരുമെന്ന് കരുതിയിരുന്നപ്പോൾ പെയ്യുന്ന മഴ കുംഭവരിയെ കുറെ കൂടി തീവ്രമാക്കി മാറ്റുകയാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. 2, ഇവിടെ ഒരു ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സാധനം കൊണ്ട് വലിയ ഗുണം ഉള്ളതായിട്ട് വേദിയിലോട്ട് നോക്കിയിട്ട് ബോധ്യപ്പെടുന്നില്ല. ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമുണ്ട്, ബെന്യാമിൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ ആടുജീവിതം എന്ന പുസ്തകം. ആ ആടുജീവിതം എന്ന പുസ്തകത്തിൽ സൗദി അറേബ്യയിലെ ഒരു ജയിലിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു എയർ കണ്ടീഷൻ മെഷീനെ കുറിച്ച് ആ ജയിലിലെ ഒരു തടവറയിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള തടവ് പുള്ളി പറയുന്ന ഒരു ഡയലോഗ്, ഒരു വാചകമുണ്ട്. അവിടെ ഒരു ഉപകരണമുണ്ട്, പക്ഷേ ആ ഉപകരണം വേണ്ടത്ര പ്രവർത്തിക്കുന്നതില്ല എന്ന് തോന്നിപ്പോകും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ 2-3 ഫാൻ കറങ്ങുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് യാതൊരു ഗുണവും. ഇതിനേക്കാൾ പ്രധാനമായി 3ാമതൊരു സംഗതി, കുട്ടികളുടെ പരിപാടികൾ കാണുന്നതിന് വേണ്ടി മാത്രമാണ് ഇവിടെ ഈ രക്ഷകർത്താക്കളെല്ലാം വന്നിട്ടുള്ളത് എന്ന് ഞങ്ങൾക്കറിയാം. യേശുദാസിന്റെ മനോഹരമായ സംഗീത കച്ചേരി ഉണ്ടായിരുന്നാൽ പോലും എൻ്റെ മോള് പാടുന്ന ആദ്യത്തെ സ്വരങ്ങൾ കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. യേശുദാസിനേക്കാളും എനിക്കിഷ്ടം എൻ്റെ മോള് സാപാസ പാടുന്നത് കേൾക്കാനാണ്. അപ്പൊ നിങ്ങളും അപ്രകാരം അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലിരിക്കുന്ന രക്ഷകർത്താക്കളാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. പിന്നെ ഏറ്റവും പ്രധാനമായി നിങ്ങളെ പറ്റിച്ചുകൊണ്ട് ഈ നോട്ടീസിലൊരു സാധനം കൂടി അടിച്ചിട്ടുണ്ട്, വിഭു പിരപ്പൻതോട് യുവ കവി. പലരും ഒരു യുവാവായ കവിയെ പ്രതീക്ഷിച്ചാണ് ഇവിടെ ഇരുന്നത്. പക്ഷെ വന്നപ്പോഴാണ് കാര്യം പിടികിട്ടിയത് അത്ര കണ്ട് യുവാവല്ല എന്ന്. അത് നമ്മുടെ മലയാള ഭാഷയുടെ ഒരു ശൈലി പ്രശ്നമാണ്. ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ കിട്ടുന്നത് വരെ കവികളെല്ലാം യുവ കവികളാണ്. അപ്പൊ ഞാനൊരു യുവാവാണെന്ന് ധാരണയിലിരിക്കുമ്പോഴാണ് നിങ്ങളുടെ സ്ഥാപനത്തിലെ വൈസ് പ്രിൻസിപ്പാൾ ടീച്ചർ പറഞ്ഞത് എന്നെ പഠിപ്പിച്ച ആളുകളുടെ വന്നിരിക്കുന്നു. അതോടുകൂടി ഞാൻ യുവാവല്ലാതാവുകയും ചെയ്യും. പക്ഷെ സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആനന്ദം അനുഭവിക്കുന്ന ചില മുഹൂർത്തങ്ങളുണ്ട്. നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ, നമ്മൾ വളർത്തിയ കുട്ടികൾ, നമ്മൾ സ്നേഹിക്കുന്ന കുട്ടികളൊക്കെ ഉന്നതമായ സ്ഥലത്ത് എത്തിച്ചേരുമ്പോൾ നമ്മുടെ മനസ്സിൽ നാം അറിയാതെ ഒരു സന്തോഷം അലതല്ല. അത് ഈ കവി ബംഗാളിയാണെന്നും ബീഹാറിയാണ് എന്നും ഇന്നും 2 പ്രബലമായ വിശ്വാസങ്ങൾ ബംഗാളിലും ബീഹാറിലും പ്രചാരത്തിലുണ്ട്. ബംഗാളിലും ബീഹാറിലും ഇവിടെ പ്രചരിക്കുവാൻ കാരണം മാത്രമല്ല, ഈ ബംഗാളിലും ബീഹാറിലും ജയദേവർക്ക് സ്മാരകവും. ആ 2 സംസ്ഥാനക്കാരും വിശ്വസിക്കുന്നതും പറയുന്നതും പ്രചരിപ്പിക്കുന്നതും ജയദേവർ എന്ന് പറയുന്ന കവി ഞങ്ങളുടെ നാട്ടുകാരനാണ് എന്നാണ്. ആ 2 സംസ്ഥാന ഗവൺമെന്റും ഈ മഹാകവിയുടെ പേരിൽ ആ 2 സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ സ്മാരക സ്ഥാപനങ്ങളും നിർവഹിച്ചിട്ടുണ്ട്. വലിയ സ്മാരകങ്ങളുണ്ട്, അവിടെ വലിയ ഉത്സവങ്ങൾ നടക്കാറുണ്ട്. ബീഹാറിലാണെങ്കിൽ ഗ്രാമപ്രദേശമാകെ ഈ ജയദേവരുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് വലിയ ആഘോഷം, വലിയ ഉത്സവം. നമ്മുടെ നാട്ടിലൊക്കെ നടക്കുമ്പോൾ ചെറിയ ഉത്സവങ്ങളൊന്നുമല്ല. പൊതുവിദ്യാഭ്യാസത്തിൽ, അതായത് ഇപ്പൊ നമുക്കറിയാം അൺഎയ്ഡഡ് സ്കൂളാണ്, സർക്കാരിന്റെ യാതൊരു വിധമായ സാമ്പത്തിക സഹായവും കൂടാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം. എന്നെ ഈ വേദിയിൽ വിളിച്ചത് കൊണ്ട് എനിക്ക് എന്റെ അഭിപ്രായങ്ങൾ മാറ്റി പറയാൻ പറ്റുന്ന ഒരാളല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, സർക്കാർ പള്ളിക്കൂടങ്ങളെ ഇഷ്ടപ്പെടുകയും സർക്കാർ പള്ളിക്കൂടങ്ങൾ വളരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അൺഎയ്ഡഡ് പള്ളിക്കൂടങ്ങൾ എന്തുകൊണ്ട് വളരുന്നു എന്നൊരു ചോദ്യം ആ സമയത്ത് നമ്മുടെ മുന്നിൽ പ്രസക്തമായിട്ട് വരും. ഇപ്പൊ നമ്മുടെ ജില്ലയിലെ ആകെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അധിപതിയായിട്ടുള്ള ആളാണ് ആദരണീയായ ശ്രീമതി രമണി പിള്ള. നമ്മുടെ സർക്കാർ പള്ളിക്കൂടങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക സഹായങ്ങളും ഒരുപാട് സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. ഞാൻ രക്ഷകർത്താക്കൾ കേൾക്കുന്നതിന് വേണ്ടിയാണ് ഇത് പറഞ്ഞത്. പക്ഷെ ഈ സർക്കാർ പള്ളിക്കൂടങ്ങൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ നമ്മളെ ഈ അൺഎയ്ഡഡ് പള്ളിക്കൂടങ്ങൾ 12 വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് ഒരു പ്രദേശത്തിന്റെ ആകെ മാതൃകയായി മാറുന്ന ഒരു സ്ഥാപനമായി ന്യൂ ഇന്ത്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മാറുമ്പോൾ ഇവിടെ നിങ്ങൾ എന്നെ ഈ വാർഷികാഘോഷ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിന് 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ന്യൂ ഇന്ത്യ സ്കൂളിന്റെ 12ാമത് വാർഷികമാണ്. ഇന്ന് രാവിലെയുള്ള കുട്ടികളുടെ വിവിധ
പരിപാടികളോടുകൂടി നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമുക്കറിയാം, നമ്മുടെ സ്കൂളിൻ്റെ കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ 12 വർഷത്തേക്ക് നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ സ്കൂള് വളരെയധികം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്താണ് ഈ 12 വർഷം കഴിഞ്ഞു കൂടിയത്. തുടക്കത്തിൽ തന്നെ ധാരാളം വൈതരണികൾ സ്കൂളിലുണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ അനൂപ് സാറ് ചില സമയത്ത് പല രീതിയിലും ടെൻഷൻ അടിച്ച സമയം ഉണ്ടായിരുന്നു. അപ്പോഴും സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സാർ ഒരു കാരണവശാലും വിഷമിക്കരുത്, ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ പ്രതിസന്ധികളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, എതിർപ്പുകളുണ്ടാകും, വിമർശനം ഉണ്ടാകും. അങ്ങനെ വിമർശനവും എതിർപ്പുകളൊക്കെ ഉണ്ടാകുമ്പോൾ 2 കൈ കൂപ്പി സ്വാഗതം ചെയ്യുക. ആ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് സ്കൂളിലെ മുന്നോട്ട് പോകാൻ കഴിയും. അത് സാറ് 100% അത് നിർവഹിക്കുകയും അത് തന്നെയാണ് 12ാമത് വാർഷികം വളരെ ഭംഗിയായിട്ട് നമുക്ക് ആഘോഷിക്കാനായിട്ട് കഴിയുന്നത്. തീർച്ചയായിട്ടും ഈ സ്കൂളിൻ്റെ നമ്മുടെ മുൻ പ്രാസംഗികൻ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളിലൊരു തുടക്കം കുറിക്കണം. അടുത്ത വർഷം വാർഷികം ആഘോഷിക്കുമ്പോഴേക്കും നമ്മുടെ ന്യൂ ഇന്ത്യ സ്കൂളിൽ നിന്ന് ഒരു യുവ കവിയോ ഒരു കവയിത്രിയോ ഉണ്ടാകും. അതിന് രക്ഷകർത്താക്കളും പ്രത്യേക സ്കൂളിലെ അധ്യാപകന്മാരെ പ്രത്യേകം ശ്രദ്ധിക്കണം. കലാരംഗത്ത് കുട്ടികളെ വളർത്തിയെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരവും. തീർച്ചയായിട്ടും ഞാൻ വിദ്യാഭ്യാസത്തിൽ, കാരണം ഈ കൊച്ചുകുട്ടികളെ ആ വിദ്യാഭ്യാസം പോലെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ വലിയ നമ്മളിവിടെ ഇരിക്കുന്ന കൊച്ചു മക്കളുടെ ചേച്ചിമാർ പലപ്പോഴും പ്ലേസ്മെന്റ് വരാറുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിലെയും കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലെയും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ MSW BSW കഴിഞ്ഞതിന് ശേഷം അവർ പ്ലേസ്മെന്റിന് വരും. അതുപോലെ തന്നെ അറിവിന്റെ തലത്തിലായാലും നല്ല നേതൃത്വത്തിലായിരുന്നാലും നല്ല രീതിയിലുള്ള സ്വഭാവ രൂപീകരണത്തിനും കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കൊടുക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. വിനോദമായിരുന്നാലും വിദ്യാഭ്യാസമായിരുന്നാലും വിജ്ഞാനമായിരുന്നാലും അത് മനുഷ്യന്റെ പൊതു നന്മയ്ക്കായി ഉതകുന്ന രീതിയിൽ കുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള അവസരം ന്യൂ ഇന്ത്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഉണ്ടാകണം. തീർച്ചയായിട്ടും വളരെ കുറച്ച് കുട്ടികൾ മാത്രമുള്ള ഒരു കൊച്ചു സ്ഥാപനമാണ്. പക്ഷേ മികവ് ഒറ്റ ഒരു വിദ്യാഭ്യാസ മേഖല ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിനെ കുറച്ചുകൂടെ തട്ടി ഉണർത്തിക്കൊണ്ട് കുട്ടികളെ പ്രോത്സാഹനവും അംഗീകാരവും സ്നേഹവും കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്കൂളിലെ 10-20 വർഷം കഴിയുമ്പോഴേക്കും നല്ല ഒരു യുവതലമുറയെ വാർത്തെടുക്കുന്നതിനും സ്വഭാവ നിർവഹണത്തിലും വിദ്യാഭ്യാസത്തിലും കലാരംഗത്തും തൊഴിൽ രംഗത്തും അഭിരുചിയുള്ള കുട്ടികൾ വാർത്തെടുക്കുവാൻ ഈ ന്യൂ ഇന്ത്യ സ്കൂളിലെ അധ്യാപകർക്കും പ്രത്യേക നാട്ടുകാർക്കും അതിലുപരി രക്ഷകർത്താക്കളും കഴിയട്ടെ. അതിനുവേണ്ടി ഈ വാർഷികാഘോഷങ്ങൾ വിനിയോഗിക്കുക. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് മുന്നോട്ടുകൊണ്ട് പോകുന്നതിന് സ്കൂളിന് ഇനിയും അവസരം ഉണ്ടാകട്ടെ എന്ന് ഈ സ്കൂളിന് വളരെ കഠിനാധ്വാനം ചെയ്യുന്ന അധ്യാപകന്മാരെയും പ്രത്യേക അതിന്റെ നേതൃത്വ സ്ഥാനത്തേക്ക് അനൂപ് സാറിനെയും അനുമോദിക്കുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്തുകൊണ്ട് ഈ വാർഷിക ആഘോഷത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും നിർത്തുന്നു. നന്ദി, നമസ്കാരം. അനുയോജ്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സംസാരിച്ചവരെല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞു. വളരെ കഴിവുള്ള അല്ലെങ്കിൽ ആത്മാർത്ഥതയുള്ള ഒരു കൂട്ടം അധ്യാപകരുടെ ശ്രമം കൊണ്ടാണ് ഈ 12 വർഷവും നമ്മുടെ സ്ഥാപനം വളരെ മികവുറ്റ രീതിയിൽ നാട്ടുകാരുടെയും അതുപോലെ തന്നെ രക്ഷകർത്താക്കളുടെയും അംഗീകാരം പിടിച്ചു പറ്റിക്കൊണ്ട് ഈ വളർച്ചയിൽ എത്തി നിൽക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മറക്കാത്ത വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത് പ്രാഥമിക വിദ്യാലയങ്ങളാണ്. നമ്മൾ ആദ്യമായിട്ട് എത്തുന്ന ആ സ്കൂള്, അവിടെയുള്ള അധ്യാപകർ, ഇവരെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു സ്ഥിതിയുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ പ്രൈമറി സ്കൂളിലെ എല്ലാ അധ്യാപകരുടെയും പേര് എൻ്റെ മനസ്സിലിപ്പോഴുണ്ട്. ചില അധ്യാപകരെല്ലാം പാവമെന്ന് നമ്മൾ പറയും, ചില അധ്യാപകർ നല്ലവണ്ണം ശിക്ഷിക്കും, അടിക്കും. അപ്പം ഇവരെ എല്ലാം നമ്മൾ ജീവിതകാലത്തിലുടനീളം
ഈ അധ്യാപകരെ നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അതിനുശേഷമുള്ള സ്കൂളുകളിലെ പല അധ്യാപകരെയും മുകളിലോട്ടുള്ള അധ്യാപകരെയെല്ലാം നമ്മൾ ചിലപ്പോൾ ഓർമ്മിക്കാറില്ല. അപ്പോൾ നമ്മുടെ ഈ സ്കൂള് 12 വർഷം പൂർത്തിയാക്കുന്നു. ഇപ്പോൾ ഇവിടെ 7ാം ക്ലാസ്സിൽ നിന്നും പിരിയുന്ന കുട്ടികൾ ഇവിടെ LKG ക്ലാസ് മുതലായിരിക്കും പല ആളുകളും ഇവിടെ എത്തിയിരിക്കുന്നത്. പലർക്കും നേരെ സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ വന്ന ആ കുട്ടികളെ പരിശീലിപ്പിച്ച് അവർക്ക് ജീവിതത്തിൽ വേണ്ട എല്ലാ നല്ല മൂല്യങ്ങൾ നൽകി സന്തോഷത്തോടെ നമ്മുടെ സ്ഥാപനം മറ്റൊരു സ്ഥാപനത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഇവരുടെ ഈ വളർച്ചയെല്ലാം ഈ അധ്യാപകർ കണ്ടു. 12ാമത്തെ വർഷമാണ് ഈ ആഘോഷം നടക്കുന്നത്. അപ്പോൾ ഇത്രയും വർഷം അല്ലെങ്കിൽ പിറകോട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ തുടക്കത്തിൽ ഒരു 50 കുട്ടികളുമായി തുടങ്ങിയ സ്ഥാപനമാണ്. 50 കുട്ടികളും ഒരു 3 ടീച്ചേഴ്സുമായി തുടങ്ങിയ ഈ സ്ഥാപനമാണ്. അതിന് വളർന്ന് നല്ല നിലയിൽ ഒരു സ്ഥാപനമായി നാട്ടുകാർ അംഗീകാരം തന്നു നല്ല രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം സുരേഷ് സാർ പറഞ്ഞ പോലെ LKG തുടങ്ങി ഇന്നിപ്പം +2 വരെ നമ്മളെ കുട്ടികളെ എത്തിച്ചെന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഞാൻ വന്നിട്ട് 28 വർഷത്തോളമായി 28ഓളം വർഷം ആയിരിക്കാം വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ഇറങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ ഒരു 20ാമത്തെ വയസ്സെന്നോ അല്ല 18-16 വയസ്സൊക്കെ ആയ സമയത്ത് തന്നെയൊക്കെയാണ് ആയിരിക്കുന്നത്. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ച് നല്ല നിലയിലൊരു സ്കൂള് നടത്തണം എന്നൊരു ആഗ്രഹത്തിൻ്റെ മേലാണ് ന്യൂ ഇന്ത്യ സ്കൂള് തുടങ്ങാനും വെമ്പായത്ത് നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണത്തോടെ സ്കൂൾ തുടങ്ങി നല്ല നിലയിൽ എത്താൻ കഴിഞ്ഞതെന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഒരു രക്ഷകർത്താക്കളുടെ എനിക്കൊരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, കുട്ടികൾ പറയുന്നത് എന്തു തന്നെയായാലും അതിൻ്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കി രക്ഷകർത്താക്കളും അത് പ്രവർത്തിക്കുക. കാരണം കുട്ടി കുട്ടി എന്ത് പറയുന്നു, ആ കുട്ടി കള്ളം പറയുന്നുണ്ടോ അല്ലെങ്കിൽ സത്യം പറയുന്നുണ്ടോ, രക്ഷകർത്താവ് അതിനെ അംഗീകരിച്ചു കൊടുക്കാതെ തെറ്റാണെങ്കിൽ തെറ്റായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ശരിയിലേക്ക് വരുത്താനുള്ളൊരു അവസരം. കാരണം രക്ഷകർത്താക്കളും അത് തെറ്റിലേക്ക് പറഞ്ഞു കൊടുക്കരുത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ്. കാരണം നമ്മളെ ഒരു തെറ്റ് ഒരു കുട്ടിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അതിനെ തിരുത്തിയെടുക്കേണ്ട കടമ രക്ഷകർത്താക്കളും ടീച്ചേഴ്സിനും ഉണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ അത് വരുന്നത് ആ തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ തെറ്റിനെ ന്യായീകരിച്ച് അതിനെ വലുതാക്കി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതൊരിക്കലും ഉണ്ടാവാതെ നമ്മളെ കുട്ടികളെ നല്ല സ്വഭാവം, നല്ല രീതിയിൽ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായിട്ട് മാറ്റിയെടുക്കാനുള്ള അവസരം രക്ഷകർത്താക്കളിൽ നിന്നും ടീച്ചേഴ്സും ഉണ്ടാവണമെന്ന് ഒരു അഭ്യർത്ഥന ആണ് ഇപ്പം എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം ദീർഘിപ്പിക്കുന്നില്ല. കാരണം ഇത് തന്നെ ഇപ്പം അവാർഡ് ദാനം 1 മണിക്കൂറോളം ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് സാറിനെ ഇത്രയും ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ അതിനുള്ള സമയം എടുത്തുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. കിളിപ്പാട്ട് നിങ്ങൾക്ക് വേണ്ടി ചൊല്ലാം, ശ്രദ്ധിച്ചിരിക്കും. ഒരുപാട് പൂവുള്ള മാമരച്ചില്ലയിൽ ഒരുപാട് നിറമുള്ള കിളികൾ വന്നു. ഒരുപാട് പൂവുള്ള മാമരച്ചില്ലയിൽ ഒരുപാട് നിറമുള്ള കിളികൾ വന്നു. ചുണ്ടത്തു ചോപ്പുള്ള തത്തമ്മ പെൺകിളി പച്ചവില്ലിസിനുടുപ്പുമിട്ട് ആരോ പഠിപ്പിച്ച പാട്ടുകൾ പാടി പാറിപ്പറന്നു വിരുന്നു വന്നു. പച്ചവില്ലിസിനുടുപ്പുമിട്ട് ആരോ പഠിപ്പിച്ച പാട്ടുകൾ പാടി പാറിപ്പറന്നു വിരുന്നു
മഞ്ഞ നിറക്കോടി വാരിയുടുത്ത മഞ്ഞക്കിളിയും പറന്നു വന്നു. പുള്ളിയുടുപ്പിട്ടയോല ഞാലിക്കിളി തുള്ളി തുടിച്ചു വിരുന്നു വന്നു. ചെമ്പൻ തലപ്പാവു ചുരിക ചുണ്ടിൽ അംഗത്തഴക്കം തികഞ്ഞ പോലെ കൊത്തിയുയർന്നു പറന്നു വന്ന മരം കൊത്തിയിരുന്നു മരച്ചില്ലയിൽ. ചെമ്പൻ തലപ്പാവു ചുരിക ചുണ്ടിൽ അംഗത്തഴക്കം തികഞ്ഞ പോലെ കൊത്തിയുയർന്നു പറന്നു വന്നു മരം കൊത്തിയിരുന്നു മരച്ചില്ലയിൽ. ഏഴു നിറമുള്ള ആലവട്ടം വീശി മാനം കറുത്തുവോ എന്നു നോക്കി പേടകൾക്കൊപ്പം നൃത്തമാടി മരച്ചോലകൾ തേടി മയിലും വന്നു. ഏഴു നിറമുള്ള ആലവട്ടം വീശി മാനം കറുത്തുവോ എന്നു നോക്കി പേടകൾക്കൊപ്പം നൃത്തമാടി മരച്ചോലകൾ തേടി മയിലും വന്നു. ഒരുപാട് പൂവുള്ള മാമരച്ചില്ലയിൽ ഒരുപാട് കിളികൾ വിരുന്നു വന്നു. ഒരുപാട് കിളികൾ വിരുന്നു വന്നപ്പോൾ ചെറിയ പൂവിനൊരു കൊതിയുണർന്നു. ഒരുപാട് കിളികൾ വിരുന്നു വന്നപ്പോൾ ചെറിയ പൂവിനൊരു കൊതിയുണർന്നു. ഒരു പാട്ടുപാടു കിളികളെ നിങ്ങൾ, കരളിൽ ഞാൻ കരുതിയ ഭാവഹർഷത്തിന്റെ മധുപാത്രമൊരു തുള്ളി തൂകിടട്ടെ. ഒരു പാട്ടുപാടു കിളികളെ നിങ്ങൾ, കരളിൽ ഞാൻ കരുതിയ ഭാവഹർഷത്തിന്റെ മധുപാത്രമൊരു തുള്ളി തൂകിടട്ടെ. തലയെടുപ്പുള്ള കിളികളപ്പോൾ അകലേക്കു നോക്കിയിരുന്നു മൂകം. പക്ഷപാതത്തിന്റെ പാട്ടുകൾ പാടാതെ പക്ഷതാപത്തിനിണയത്തേടി അകലേക്കു നോക്കിയിരുന്നു മൂകം. ഒരു പാട്ടുപാടു കിളികളെ നിങ്ങൾ, വീണ്ടും ആ പൂവിൻ സ്വരമുയർന്നു. ഒരു പാട്ടുപാടു വസന്തമാകട്ടെ, വീണ്ടും ആ പൂവിൻ സ്വരമുണർന്നു. ദൂരത്തെ മാവിന്റെ ചില്ലയിൽ അന്നേരം വേണുഗാനത്തിൻ അലയിളകി. ദൂരത്തെ മാവിന്റെ ചില്ലയിൽ അന്നേരം വേണുഗാനത്തിൻ അലയിളകി. പഞ്ചമം പാടിയതാരെന്നു പൂമൊട്ട് സഞ്ചിതരാകയായി നോക്കിടുമ്പോൾ കണ്ടവൻ മാവിന്റെ ചില്ലയിൽ വാസന്ത ഭൈരവി പാടുന്നയാ കിളിയേ. ചന്തവുമില്ല, നിറവുമില്ല, ചുണ്ടത്തു ചോപ്പില്ല, തൂവലിൽ വർണ്ണങ്ങൾ ഒന്നിച്ചു ചേർത്ത വരയുമില്ല. ചന്തവുമില്ല, വരയുമില്ല, ചുണ്ടത്തു ചോപ്പില്ല, തൂവലിൽ വർണ്ണങ്ങൾ ഒന്നി
ഒന്നിച്ചു ചേർത്ത വരയുമില്ല. പച്ച രത്നങ്ങൾ അണിഞ്ഞ കഴുത്തല്ല, പച്ചരത്നക്കല്ലണിഞ്ഞ കഴുത്തല്ല. ചന്തവുമില്ല നിറവുമില്ല, ചുണ്ടത്തു ചോപ്പില്ല, തൂവലിൽ വർണ്ണങ്ങൾ ഒന്നിച്ചു ചേർത്ത വരയുമില്ല. പാവം കരിങ്കുയിൽ മാവിൻ തളിരുണ്ട് ദൂരയകന്നു മറഞ്ഞിരുന്നു. പാട്ടിന്ന ദൃശ്യമാം തന്ത്രികൾ മീട്ടിയ ആദ്യരാഗത്തിൻ വിരൽ തൊടുമ്പോൾ ഉള്ളിലത്തേൻ കണമിറ്റു വീണു. മണ്ണിൽ അന്നു വസന്തം വിരുന്നു വന്നു. ഉള്ളിലത്തേൻ കണം ഇറ്റു വീണു. മണ്ണിലന്നു വസന്തം വിരുന്നു വന്നു. വസന്തം വരാൻ പാട്ടുപാടിയ കരിങ്കുയിലുകളായി മാറാം നമുക്ക് എന്നീ അവസരത്തിൽ ഒന്നിച്ചു പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. റഹ്മാൻ, രോഹിത്ത, ആര്യൻ സജീവ്, വർഷാവി നായർ, മുഹമ്മദ് ഷുഹൈബ്, അജിൻ ബിയ, അമൽ കൃഷ്ണ 2009, 2010 സെക്കൻഡ് റാങ്ക്, 2010, 2011 ഫോർത്ത് റാങ്ക്. ക്യൂസ് കോമ്പറ്റീഷൻ ഫസ്റ്റ്. നെക്സ്റ്റ് അബ്ദുൾ റഹ്മാൻ 9th റാങ്ക്. അബ്ദുൾ റഹ്മാൻ 9th റാങ്ക്. നെക്സ്റ്റ് രോഹിത്ത 11th റാങ്ക്. രോഹിത്ത 11th റാങ്ക്. ആര്യൻ സജീവ് 12th റാങ്ക്. ആര്യൻ സജീവ്. വർഷാവി നായർ 15th റാങ്ക്. മുഹമ്മദ് ഷുഹൈബ് 19th റാങ്ക്. അജിൻ ബിയ 20th റാങ്ക്. നെക്സ്റ്റ് ടോപ്പ് മാർക്സ്. സജന്യ അജയ്, ഹുനൈസ് എംഎസ്, അപർണ ബിയ, ദേവി കൃഷ്ണ, ഫർസാന നുജു, നബിൽ എജെ, അഭിഷേക് വി, അജിൻ ബിയ, അബ്ദുൾ റഹ്മാൻ. ടോപ്പ് മാർക്സ്. സജന്യ അജയ്, ഹുനൈസ് എംഎസ്, അപർണ ബിയ, ദേവി കൃഷ്ണ, നബിൽ എജെ, അഭിഷേക് ബി, അജിൻ ബിയ, അബ്ദുൾ റഹ്മാൻ. LKG സജന്യ അജയ്. UKG ഹുനൈസ് എംഎസ്. സ്റ്റാൻഡേർഡ് ഫസ്റ്റ് അപർണ ബിയ. സ്റ്റാൻഡേർഡ് സെക്കൻഡ് ദേവി കൃഷ്ണ. സ്റ്റാൻഡേർഡ് തേർഡ് ഫർസാന നുജു. Standard 4 Nabil AJ. Standard 5 Abhishek V. Standard 6 Ajin Bia. Standard 7 Abdul Rahman. Then Arts and Sports Competition winners:
Julana. Holy Faith Distinction. Julana. Holy Faith Distinction. Faris Muhammad. Holy Faith Distinction. Faris Muhammad. Sajanya Ajay. Running race first. Holy Faith Distinction. English nursery song second. Malayalam nursery song first. English action song second. Sajanya Ajay. Sajanya Ajay, Holy Faith Distinction, running race first, English nursery song second, Malayalam nursery song first, English action song second, action song Malayalam first. Then Subhana Tajuddin. Subhana Tajuddin, Holy Faith Distinction, musical chair first, Malayalam nursery song first, English action song first, Malayalam action song second, English storytelling first, Malayalam storytelling first. Aditya Lakshmi, Holy Faith Distinction, Aditya Lakshmi. Fagat Ali, Holy Faith Distinction, Fagat Ali. Fagat Ali, Holy Faith Distinction. UKG പേരും വിളിക്കുന്ന ക്രമത്തിന് കുട്ടികൾ മുന്നോട്ട് വരേണ്ടതാണ്. അമൽന, ആഫിയത്ത് ബീബി, മുഹമ്മദ് സഹർ, നാസ്മി നിസാർ, ആദിലൻ, മുഹമ്മദ് ഷാഹിൻ, മുഹമ്മദ് യാസിൻ, ഷെഹിന ജാസിൻ, ഹുനൈസ് എംഎസ്, ഗൗരി രാജ്, സരിക എസ് ആർ, ഗോപിക, മോർലിൻ, മുഹമ്മദ് അഫ്സൽ. അമൽന, Muhammad Sahar, Holy Faith Distinction, running right second. Nasmi Nisa, Afiyat Bibi, Afiyat Bibi. Sahar, Holy Faith Distinction, running race second. Nasmi Nisa, Nasmi Nisa, Holy Faith Distinction, Computer Scholarship first pass. Nasmi Nisa. Then Adilen, Adilen, Adil, Muhammad Yasin, picking seat second. Muhammad Yasin, picking seat second. Shehina Jesse, Holy Faith Distinction. Hunais MS, Holy Faith Distinction, Computer Scholarship Distinction, Malayalam Storytelling first, Nursery Song Malayalam second, Action Song English second. Gauri Raj, Holy Faith Distinction, Computer Scholarship Distinction, Action Song English first, Gauri Raj. Sariga Yasa,
Holy Faith Distinction. Sariga SR. Gopika. Holy Faith Distinction. Action Song Malayalam First. Gopika. Merlin Samuel. Holy Faith Distinction. Running Race First. Musical Chair Second. Next Song English First. Merlin Samuel. Muhammad Afzal. Picking Seat Second. Muhammad Afzal. Standard First. പേര് വിളിക്കുന്ന കുട്ടികൾ മുന്നിലേക്ക് വരണം. ഗൗതം കൃഷ്ണ, നബീല സുധീർ, കൈലാസ്, ഗൗരി വിവി, അജിമി, ആദിൽ മുഹമ്മദ്, മിൻഹാജ്, മുഹമ്മദ് ഷുഹൈബ്, അപർണ ബിയ, അന്ന ഫെൻസിംഗ്, ഷിഹാസ്, അഞ്ജിത ബി എസ്. നബീല സുധീർ, ഹോളി ഫെയ്ത്ത് ഡിസ്റ്റിങ്ഷൻ. നബീല സുധീർ, ഹോളി ഫെയ്ത്ത് ഡിസ്റ്റിങ്ഷൻ. കൈലാസ്, Holy Faith Pass. Kailas. Gauri Vivi. Holy Faith Pass. Computer Scholarship First Class. Ajimi. Holy Faith Pass. Ajimi. Adil Muhammad. Holy Faith Distinction. Minhaj. Holy Faith Distinction. Muhammad Shuhaib. Computer Scholarship Distinction. Running Race First. Candle Race First. Aparna Biya. Holy Faith Distinction. Computer Scholarship Distinction. Group Song First. Aparna Biya. Holy Faith Distinction, Computer Scholarship Distinction, Group Song First. Anna Fencing, Holy Faith First Class. Shihas, Holy Faith First Class. Anjida B.S. Shihas, Holy Faith First Class. Standard Second. പേര് വിളിക്കുന്ന കുട്ടികൾ മുന്നിലേക്ക് വരണം. അർജുൻ എസ് കുമാർ, ബിസ്മിന എസ് സുധീർ, സുഹൈൽ മുഹമ്മദ്, അഖിലസ്, അഭിഷേക്, അനഹ ബി എസ്, നീതു, ഗോകുൽ എസ് പി, ഫൈസൽ അലി ഹാഫിസ്, അഖിലേഷ്, അദ്വൈത് ജയൻ, ആദിത്യ ജയൻ. അർജുൻ എസ് കുമാർ, Holy Faith First Class, Computer Scholarship Distinction. Arjun S. Kumar. Bismina S. Sudhir, Holy Faith Distinction, Musical Chair Second. Bismina S. Sudhir. Suhail Muhammad, Holy Faith Distinction, Running Race Second. Suhail Muhammad. Ahilas, Holy Faith Distinction, Computer Scholarship Distinction. Amina, Holy Faith Distinction. Devi Krishna, Holy Faith Distinction. Devi Krishna, Holy Faith Distinction. Gayatri, Holy Faith First Class, Running Race First, Candle Race Second. Gayatri, Holy Faith First Class, Running Race First, Candle Race Second. Nisa, Holy Faith First Class, Computer Scholarship Distinction, Running Race Second, Malayalam Recitation First, Light Music First, Mappila Part First. Tansir, Holy Faith First Class, Musical Chair First, Hindi Recitation Second, Film Song First.
Abhishek, Holy Faith first, Computer Scholarship first class. Anaha B.S., Holy Faith first class, Computer Scholarship distinction. Needu, Holy Faith distinction. Gogul S.P., Holy Faith distinction, running race first. Faisal Ali Hafiz, Holy Faith distinction, Computer Scholarship distinction. Akhilesh, Holy Faith first class, Computer Scholarship distinction. Advait Jain, Holy Faith distinction, Computer Scholarship distinction. Aditya Jain, Holy Faith first class, Computer Scholarship first class. Standard third, Muhammad Shafi, Asif Muhammad, Shefin Muhammad, Noor Muhammad, Sandra S. Robin, Alfia, Ali Muhammad Ashar, Muhammad Naufal, Vignesh, Shreya Shibu, Ashwin Essa, Mughasina Nisamuddin, Aditya. Muhammad, Holy Faith first class, Computer Scholarship first class. Shefin Muhammad, Holy Faith first class, Computer Scholarship first class, Musical Chair second. Noor Muhammad, Holy Faith first class. Sandra S. Robin, Holy Faith distinction, Computer Scholarship first class, English recitation second, Malayalam recitation second, Hindi recitation first, Light music second, Mappilapata second.